സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പൊതുപണിമുടക്കിൽ വലഞ്ഞ പൊതുജനം സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചു എങ്കിലും ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ ഗതാഗത സൗകര്യം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. പലയിടത്തും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. നമുക്ക് വിവിധ പ്രതിനിധികൾ പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാഹുൽ ജി നാഥുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് രാഹുൽ ജി നാഥ് ഉള്ളത്. ഒപ്പം കൊല്ലത്ത് നിന്നും കണ്ണൻ നായർ, ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണനും, ഇടുക്കിയിൽ നിന്ന് ജയനിസ് രാജുവും, ഷിനോജ് ST കോട്ടയത്ത് നിന്നും, ഒപ്പം ശ്യാംപ്രസാദ് ഉത്തമൻ എറണാകുളത്ത് നിന്നും, വിഷ്ണുപ്രകാശ് പാലക്കാട് നിന്നുണ്ട്, ഇംതിയാസ് കരീം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്നുണ്ട്, കമൽ കൽപ്പറ്റയിൽ നിന്നും, ഫെലിക്സ് കണ്ണൂർ ടൗണിൽ നിന്നും ചേരുന്നുണ്ട്. ഇവരിലേക്കൊക്കെ നമുക്ക് പോവാം. ഏറ്റവും ആദ്യം തിരുവനന്തപുരത്തേക്കാണ് രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ, തലസ്ഥാന നഗരത്തിൽ പല കാര്യങ്ങൾക്കായി എത്തുന്ന നിരവധി പേരുള്ള ഒരിടമാണ് ഈ പൊതുപണിമുടക്ക്. എങ്ങനെയാണ് തലസ്ഥാന വാസികളെ, പല സ്ഥലത്ത് നിന്ന് എത്തിയിട്ടുള്ളവരെ ബാധിക്കുന്നത്? എന്തായാലും രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ച അത് കുറച്ചധികം ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം KSRTC ബസ് സർവീസ് നടത്തുന്നില്ല പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം അല്പസമയം മുമ്പാണ് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് ഒരു ബസ് പോയത്. ഇപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ, യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഓട്ടോ സർവീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ പ്രീപെയ്ഡ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷകൾ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലൂടെ പോകുന്നുണ്ട്. KSRTC ബസ് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് രാവിലെ തന്നെ കണ്ടു. കുളച്ചലിലേക്കുള്ള ഒരു ബസ് രാവിലെ സർവീസ് തുടങ്ങാനിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അത് സർവീസ് നടത്തരുതെന്ന് പറഞ്ഞത്. ചേട്ടാ, എങ്ങോട്ട് പോവാണ്? ഇപ്പൊ ബസ് ഇല്ലെന്നാ പറയുന്നത്. ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ പോലെ അതന്നെ, ഈ അടുത്തുള്ളവർക്ക് ഓട്ടോയിൽ പോകാൻ കഴിയും. അപ്പോഴും ഈ ബസ് ആശ്രയിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായി വരിക. കാരണം അത്രമാത്രം യാത്രക്കാർ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ട്രെയിനെ ആശ്രയിച്ച് വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ബസ് തടഞ്ഞുകൊണ്ട് ഇത് പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചേട്ടാ, എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക്. എവിടെയാണ് വീട്? റപ്പിൾശാല. എങ്ങനെ പോകും? ബസ് സർവീസ് ഇല്ലാന്നാണ് പറയുന്നത്. ഇല്ല, ഒരു വാഹനമുണ്ട്, ബ്രദറുണ്ട്. അതെ, സ്വകാര്യ വാഹനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പണിമുടക്കാണെന്ന് അറിഞ്ഞ് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി വരുന്ന ആളുകളുമുണ്ട്. അപ്പോഴും ഈ നെയ്യാറ്റിൻകര ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചേട്ടാ, എങ്ങോട്ട് പോവാണ്? ഇവിടെ മുറിഞ്ഞ എങ്ങനെയാണ് പോകുന്നത്? വണ്ടിയുണ്ട്. ശരി, അപ്പോൾ എന്തായാലും അത് തന്നെയാണ്. കുറച്ച് പേർ ഇത്തരത്തിലൊരു തയ്യാറെടുപ്പുമായി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ട്രെയിനിൽ വന്ന് തമ്പാനൂർ ഇറങ്ങി പിന്നീട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഓട്ടോകൾ സർവീസ് നടത്തുന്ന ദൃശ്യങ്ങളും ഇതിൽ കാണാം. ആശുപത്രിയിലേക്ക് പോകുന്നവരുണ്ട്, RCCയിലും മറ്റും വന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്ര നടത്തുന്ന വാഹനമാണ്. യാത്രയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വാഹനത്തിൽ എഴുതി ഒട്ടിച്ചൊക്കെയാണ് പോകുന്നത് പതിവ് പോലെ, അല്ലേ? അതെ. ഇത് എനിക്ക് തോന്നുന്നത് ഇവർ തന്നെ ഏർപ്പാടാക്കിയതാണോ എന്നറിയില്ല. ഈ വാഹനം ഇവർ തന്നെ ഏർപ്പാടാക്കിയതാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്തായാലും ആശുപത്രിയിലേക്ക് പോവുകയാണ് അവർ. ചേച്ചി, ആശുപത്രിയിലേക്ക് പോവാണോ? ആശുപത്രി വർക്ക് ചെയ്യാണോ? ഈ വണ്ടി നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തതാണോ അതോ? അതറിയില്ല, അവിടുന്ന് പോലീസുകാരൻ പറഞ്ഞത്. അങ്ങനെയാണല്ലേ. ശരി. നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവാണോ? ആശുപത്രി പോവാണോ? എവിടുന്ന് വരിക? ചപ്പാത്ത്. ഈ വാഹനം കിട്ടിയത് നന്നായില്ലേ? ബാക്കി ബസ്സില്ലെന്ന് പറഞ്ഞു. എങ്ങനെയാ? ബസ്സില്ലെന്ന് പറഞ്ഞു അല്ലേ? ശരി. എന്തായാലും എനിക്ക് തോന്നുന്നത് പോലീസാണ് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ പോലീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ വാഹനമാണ്. അത്യാവശ്യം ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വാഹനത്തിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞത് അവർ തന്നെയാണ്. അപ്പോൾ ആ വാഹനം നമുക്കിവിടെ കാണാം. അത്തരത്തിൽ അവശ്യ സർവീസുകൾ ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്നവർ എങ്ങനെ പോകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇത് എത്രമാത്രം പര്യാപ്തമാകുമെന്നുള്ള ചോദ്യമുണ്ട്. കാരണം എത്രമാത്രം വാഹനങ്ങൾ ഇങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ OP ഉള്ള ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് RCC ആകട്ടെ, ശ്രീധരാകട്ടെ, അങ്ങനെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും രാവിലെ നമ്മൾ കണ്ടതുപോലെ ഈ ബസ്, കുളച്ചലിലേക്കുള്ള ബസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബസ് ഇപ്പോഴും ഡിപ്പോയിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് മടങ്ങാൻ കഴിയാത്തവർക്ക് ട്രെയിനിൽ യാത്ര തുടരുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുമായിരുന്നു. പണിമുടക്ക് ഏതായാലും കാര്യമായി തന്നെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് KSRTC ബസ്സുകൾ പണിമുടക്കാതെ എല്ലാ റൂട്ടുകളിലും ഉണ്ടാവും എന്നൊക്കെ മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ആൾക്കാരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ബദൽ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കിയാണ് പല യാത്രക്കാരെയും പോലീസ് വേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വിടുന്നത്.